നിലവിൽ കേസൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ സ്റ്റേഷനിൽ പോയിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും അത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചോളൂ. ഞാൻ സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ അതൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല. അഭിഷേക് എന്ന സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്നാണ് കഞ്ചാവ് കിട്ടിയതെന്നാണ് എക്സൈസ് പറയുന്നത്. അഭിഷേക് എന്ന സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അഭിഷേകിന്റെ കയ്യിൽ നിന്നല്ലേ, MLA-യുടെ മകൻ അഭിഷേക് എന്നല്ലല്ലോ വന്നത്, MLA-യുടെ മകന്റെ പേരിലാണല്ലോ വാർത്ത വന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നത് തെറ്റല്ലേ? അഭിഷേകിന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെ MLA-യുടെ മകനാവുന്നത്? പക്ഷെ അങ്ങനല്ലല്ലോ വാർത്ത വന്നത്. അതിനെ ഇത്ര നിഷ്കളങ്കമായി കാണാനായിട്ടുള്ള മനസ്സ് അത് ശരിയല്ല. കാരണം എന്റെ മകന്റെ പേരിലും എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലും ആ വാർത്ത വന്നത് അത് തെറ്റായി പോയി എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് നിങ്ങൾ ഇനി മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എന്റേതായ രൂപത്തിൽ എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ആ 2 മാധ്യമങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കും. വാർത്ത വന്നത് തെറ്റായി പോയി എന്നത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? മകൻ ഈ സംഘത്തിലുണ്ടായി എന്നത് വാർത്തയല്ലേ? അല്ല, മകൻ ആ സംഘത്തിലുണ്ടായെന്ന് പറഞ്ഞാൽ മകൻ ഈ നാട്ടിലെ മുഴുവൻ പേരുമായിട്ടും കൂട്ടാം. അത് ഏത് സംഘത്തിൽ പോയി എന്നുള്ളതല്ലല്ലോ. എന്റെ മകന്റെ കയ്യിൽ അത്തരം ഒരു സാധനം ഉണ്ടായി അവനെ പിടിച്ചു എന്നാണെങ്കിൽ ഞാൻ അവന്റെ കൂടെ നിൽക്കത്തില്ല. ഡെഫിനറ്റ്ലി ആദ്യം അവനെതിരെ നിൽക്കുന്ന ഞാൻ തന്നെയായിരിക്കും. അതിനെനിക്ക് മാധ്യമങ്ങളെ ഒന്നും ഒരു പേടിയില്ല. ഞാൻ പറയും, കാരണം എന്റെ മകനും ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമല്ലേ. അപ്പൊ അവന് തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ മാധ്യമങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ധൈര്യമുള്ള ആളാണ്. എനിക്കൊരു മടിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ശീലത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട ഇത് എന്റെ ചുമതലയാ, അല്ലെങ്കിൽ ഓരോ അമ്മമാരുടെയും ചുമതലയാ. പക്ഷെ ഇല്ലാത്തൊരു വാർത്തയിൽ ആഘോഷിച്ചതിനാണ് എന്റെ മുഴുവൻ ഒരു അമർഷവും ഞാൻ രേഖപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കുന്ന MLA, അതായത് ഇവിടെ കൂട്ടത്തിൽ സംഘം ചേർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ എക്സൈസ് കാണുന്നു, ആ സംഘത്തിൽ കനിവുണ്ടായിരുന്നു. അങ്ങനൊരു എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ ഇത്തരം കുറച്ച് കുട്ടികൾ പെട്ടു എന്നതൊരു വാർത്തയല്ലേ? അല്ല, അതല്ലല്ലോ വാർത്ത. അങ്ങനൊരു വാർത്തയില്ലല്ലോ. ഈ ചോദിക്കുന്ന പോലും എനിക്കറിയാം വീണ്ടും വീണ്ടും എന്നെ പിടിച്ചൊരു ട്രാപ്പിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേ അത്തരം അനാവശ്യമായ മാധ്യമ പ്രവർത്തനത്തിന് എന്നെ വലിച്ചിഴക്കരുത്. എന്റെ മകനുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ എനിക്കിവിടെ ഉള്ളൂ. ബാക്കി കുട്ടികളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ചോദിച്ചാൽ അവരും പ്രതികരിക്കും. അതെനിക്കറിയത്തില്ല. എന്റെ മകന്റെ കയ്യിൽ ഇങ്ങനെ ഇതുണ്ടായിരുന്നു, അവനെ അറസ്റ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അവനെ പിടിയിലാക്കിയോന്നോ എന്ന് പറഞ്ഞുള്ള ആ മാധ്യമത്തിന് എന്നോട് ചോദിക്കുകയോ മറ്റൊരാളോടൊരു ഒപ്പീനിയൻ ചോദിക്കുകയോ ചെയ്യാതെ ചെയ്ത ഏഷ്യാനെറ്റിനോടും 24-നോടും അങ്ങേയറ്റം ആ മാധ്യമപ്രവർത്തനത്തെ വെറുപ്പോടെ കാണുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ.